കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൽ എന്നെ വഴി നടത്തുന്ന പ്രിയ തങ്കുറൻ്റെ വന്ദനം അറിയിക്കുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തോടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ജീവനും ചൈതന്യവുമുണ്ട്. കർത്താവ് തന്നെ വചനമാണ്. നമ്മൾ വചനം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ യേശുവിനെ രുചിക്കുക. അതുകൊണ്ട് ഇന്ന് കേൾക്കാൻ പോകുന്ന വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ കാണുന്നത്. ആത്മാവിൻ്റെ സന്തോഷത്തോടെ നമുക്കത് ഏറ്റെടുക്കാം. കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ വചനം തൻ്റെ വായ്മൊഴിയായിട്ട് കേൾക്കുന്നത് പോലെ നമുക്ക് കേൾക്കാം. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഹൃദയങ്ങളെ കർത്താവ് സ്പർശിക്കും. കർത്താവ് എന്നോട് സംസാരിക്കണമേ. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അനുഗ്രഹിക്കപ്പെട്ട ആ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. കൂടി സന്തോഷമായി ആരാധിക്കാം, എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവേ വല്ലഭനായി വെളിപ്പെടുതേ. നല്ലവനാം കർത്തനവേ വല്ലഭനായി വെളിപ്പെടുതേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാലുകേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാലുകേട്ടിടും ചെകിടക്കുമേ. ഗുണമുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. ഗുണമുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാം. Hallelujah. Hallelujah. Jesus loves us so much that he gave himself for us. യേശു കർത്താവ് നമ്മെ അത്യധികമായി സ്നേഹിച്ചതുകൊണ്ട് തന്നെ അവൻ നമുക്കായി നൽകി. And the purpose for Jesus to come was to reveal the Father, number one, and also destroy the works of the devil. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ഒന്നാമത് പിതാവിനെ വെളിപ്പെടുത്തുക, രണ്ടാമത് പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കുക. The Bible says he came with the gospel of reconciliation. വേദപുസ്തകം പറയുകയാണ് താൻ നിരപ്പിന്റെ സുവിശേഷവുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് He വന്നിരിക്കുന്നത്. came to reconcile man with God. മനുഷ്യനെ ദൈവവുമായി നിരപ്പിക്കുവാൻ വേണ്ടി താൻ വന്നു. Hallelujah. Hallelujah. We were ignorant about God. നാം ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു. We did not know who God was, what was he like. ദൈവം ആരായിരുന്നുവെന്നും ദൈവം എങ്ങനെയായിരിക്കുന്നുവെന്നും നമുക്ക് അറിയില്ലായിരുന്നു. And that is why mankind was trying to please God in many ways. അതുകൊണ്ടാണ് മാനവരാശി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പല തരങ്ങളിൽ കൂടെ പ്രവർത്തിച്ചു നോക്കിയത്. And that is how religions came. അങ്ങനെയാണ് മതം ഈ ലോകത്ത് വന്നത്. That religion said, we will try to show you God. മതം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദൈവത്തെ കാണിച്ചു തരാം. But the unfortunate thing was they themselves did not know who God was. നിർഭാഗ്യകരമായ കാര്യം, മതങ്ങൾക്ക് പോലും ദൈവം ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. The Bible, if you go through the Bible says, വേദപുസ്തകത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. in Hebrews chapter 1, God has various times through various people revealed part by part. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധങ്ങളായും ദൈവത്തെ വെളിപ്പെടുത്തി. So there was no full revelation of God. അതുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണമായ ഒരു വെളിപ്പാട് അവിടെ വന്നില്ല. Moses did not have the full revelation. മോശയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാടില്ലായിരുന്നു. David did not have the full revelation. ദാവീദിന് അങ്ങനെ ഒരു പൂർണ്ണ വെളിപ്പാട് കിട്ടിയില്ല. They got part by part. അവർക്ക് വിവിധങ്ങളായിട്ടും ഭാഗമായിട്ടുമാണ് വെളിപ്പെട്ട് കിട്ടിയത്. So they could not realize that God
was love, and he was a loving heavenly father. അതുകൊണ്ട് അവർക്ക് വ്യക്തമായി മനസ്സിലായില്ല ദൈവം എന്നാൽ സ്നേഹമാണെന്നും അവനൊരു സ്നേഹനിധിയായ പിതാവാണെന്നും അവർക്ക് മനസ്സിലായില്ല. Moreover, they could not see the unseen world, or the spiritual reality was not real for them. അതിനും പുറമെയായിട്ട് അവർക്ക് അദൃശ്യ ലോകത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ആത്മീയമായ വസ്തുത അവർക്ക് അദൃശ്യമായിട്ട് കിടന്നു. If you tell them about the devil, they say no, there is no devil. പിശാചിനെ കുറിച്ച് അവരോട് പറയുകയാണെങ്കിൽ അവർ പറയും പിശാച് എന്ന് പറയുന്നൊന്നും ഇല്ല. Because they did not know anything about the devil. കാരണം പിശാചിനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. Their understanding was anyone who stands against them is the devil. അവർ മനസ്സിലാക്കിയത് അവർക്ക് എതിരായിട്ട് എന്തൊക്കെ നിൽക്കുന്നു അതാണ് പിശാച്. If any man shouts at them, that is devil. ഒരു മനുഷ്യനെ അവർക്ക് നേരെ നോക്കി ആക്രോശിച്ചാൽ അവർക്ക് പിശാച്. But they did not understand the spiritual reality about the spiritual world. ആത്മീയ ലോകത്തെ കുറിച്ചുള്ള ആത്മീയമായ വസ്തുത അവർക്ക് വ്യക്തമായി മനസ്സിലായില്ല. And so Jesus came. അതുകൊണ്ട് യേശു വന്നു. Jesus came, number 1, and revealed that God was a loving father. യേശു വന്നിട്ട് ഒന്നാമതായിട്ട് വെളിപ്പെടുത്തി തന്നു ദൈവം എന്നാൽ ഒരു സ്നേഹനിധിയായ പിതാവത്രേ. That he loves us so much. അവൻ നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു. God's creation, mankind, is the best masterpiece of God. ദൈവത്തിന്റെ സൃഷ്ടിയായ മാനവരാശിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ മകുടമായിട്ടുള്ള സൃഷ്ടി. And he loved it so much. അവൻ നമ്മെ ഓരോരുത്തരെയും അത്യധികമായി സ്നേഹിച്ചു. But because of some sin, the fellowship was broken. എന്നാൽ പാപം മൂലം ആ കൂട്ടായ്മ തകർന്നു പോയി. And so there was no link between God and man. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടമായി പോയി. So Jesus came and revealed that. അങ്ങനെ യേശു വന്ന് അത് നമുക്ക് മനസ്സിലാക്കിച്ചു തന്നു. That God was love. ദൈവം സ്നേഹമാണെന്ന്. You remember Jesus saying, യേശു പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? that if you wicked people love your children so much, how much more the heavenly Father will love you. ദോഷികളായ നിങ്ങളുടെ മക്കളെ അത്യധികമായി സ്നേഹിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്രമേൽ സ്നേഹിക്കും. He said, do not worry at all. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. He said, look at the birds in the sky. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവീൻ. They neither sow nor reap. അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നുമില്ല. But none of them die hungry. എന്നാൽ അവരാരും വിശപ്പ് മൂലം നശിച്ചു പോകുന്നില്ല. God provides them. സ്വർഗ്ഗസ്ഥനായ ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു. You are more valuable than that bird. നിങ്ങൾ ആ പക്ഷിയേക്കാൾ വളരെ വിലയേറിയവരത്രേ. Do not worry. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. Look at the grass in the field. വയലിലെ പുല്ലിനെ നോക്കുവീൻ. Today they are, tomorrow they are not. ഇന്ന് ഇവിടെയുണ്ട്, നാളെ അവരെ കാണുന്നില്ല. But God has so much beautified them. എന്നാൽ ദൈവം അവരെ അത്രയും മനോഹരമായി ചമയിച്ചിരിക്കുന്നു. If God beautifies the grass so much, how much more will he beautify you? വയലിലെ പുല്ലിനെ ദൈവം ഇത്രയധികം ചമയിക്കുന്നുവെങ്കിൽ നിങ്ങളെ എത്രയധികമായി ദൈവം ചെയ്യും. What was Jesus trying to say? എന്താകുന്നു യേശു പറയുവാൻ ഉദ്ദേശിച്ചത്? Jesus was trying to say, യേശു ഇങ്ങനെയാണ് പറയുവാൻ നോക്കിയത്. God is interested in every part of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ദൈവത്തിന് നല്ല താല്പര്യമുണ്ടെന്ന് അത്രേ അവൻ പറയുവാൻ I ആഗ്രഹിക്കുന്നു. don't have to be worried about anything. സ്വയം ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. I don't have to be worrying about anything. ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. That is why Peter said like this. അതുകൊണ്ട് അത്രേ പത്രോസ് ഇപ്രകാരം പറഞ്ഞത്, Cast your burden unto him. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. Because he cares for you. അവൻ നിങ്ങൾക്കായി കരുതുന്നുവല്ലോ. Hallelujah. Hallelujah. It is not a suggestion, it is a commandment. ഇതൊരു നിർദ്ദേശമല്ല, ഇതൊരു കൽപ്പനയത്രേ. Cast your burden unto him. നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. For he cares for you. അവൻ നിങ്ങൾക്കായി കരുതുന്നു. Turn to someone and say, Jesus cares for you. അടുത്തിരിക്കുന്നയാളെ നോക്കി പറഞ്ഞാട്ടെ, യേശു നിങ്ങൾക്കായി കരുതുന്നു. Jesus cares for you. യേശു നിങ്ങൾക്കായി കരുതുന്നു. Oh, he cares for me. അവൻ എനിക്കായി കരുതുന്നു. I am very valuable for him. ഞാൻ അവന് വളരെ വിലപ്പെട്ട വ്യക്തിയത്രേ. Oh, that is why Jesus said, അതുകൊണ്ടത്രേ യേശു പറഞ്ഞത്, for 1 rupee you get 2 sparrow, for 5 rupee, for 2 rupee you get 5 sparrow. ഒരു പണത്തിന് നിങ്ങൾക്ക് ഒരു കുരികിലിനെ കിട്ടുന്നു, എന്നാൽ 2 പണത്തിന് 5 കുരികിലുകളെ കിട്ടുന്നു. Hallelujah. Hallelujah. For 1 you get 2, for 2 you get 5. ഒന്നിന് 2, 2ന് 5. Which means 1 is free. അതിന്റെ അർത്ഥം ആ 5ൽ 1 സൗജന്യമാ. Hallelujah. Hallelujah. Jesus said, യേശു പറയുകയാ, even that free will not fall down dead without my knowledge. ഞാൻ അറിയാതെ ആ സൗജന്യമായി കിട്ടുന്ന ആ വിലയില്ലാത്ത കുരികിൽ പോലും ഞാൻ അറിയാതെ വീണു പോകത്തില്ല.
For you it is free. നിങ്ങളെ സംബന്ധിച്ച് അതിന് ഒരു വിലയുമില്ല. But I value that one also. എന്നാൽ ഞാൻ അതിനെയും വില കൽപ്പിക്കുന്നു. If I value that so much, ഞാൻ അതിനെ അത്യധികമായി വില how much കൽപ്പിക്കുന്നുവെങ്കിൽ more valuable are you? നിങ്ങൾ എത്രയധികം എനിക്ക് വിലപ്പെട്ടവരാ. Oh, I am valuable for Jesus. ഓ നാം എല്ലാം യേശുവിന് വിലപ്പെട്ടവരത്രേ. Can you shout and say, I am valuable for ആർക്ക് Jesus? വിളിച്ചു പറഞ്ഞു ഞാൻ യേശുവിന് വിലപ്പെട്ടവനാ. I am very valuable for ഞാൻ Jesus. യേശുവിന് വളരെയധികം വിലപ്പെട്ടവനാ. I am loved by Jesus. ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നു. I want to tell you again and again. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം. I want to assure you one thing. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. That you will never fail in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. Let every fear എല്ലാ ഭയങ്ങളും go out in Jesus' name. യേശുവിന്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ. Every fear, എല്ലാ ഭയവും, every fear of death, എല്ലാ മരണ ഭയവും, every fear of failure, എല്ലാ പരാജയ ഭീതികളും, every fear of shame, എല്ലാ ലജ്ജാ ഭയങ്ങളും let it go out in Jesus' name. യേശുവിന്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ. Because the word says, കാരണം വചനം ഇങ്ങനെ he പറയുന്നു, who looks at him will never be put to shame. അവങ്കിലേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. They will be enlightened. അവരുടെ മേൽ പ്രകാശം ഉദിക്കും. Oh, we give glory to Jesus. ഓ യേശുവിനെ We മഹത്വപ്പെടുത്തിയാട്ടെ. give glory to Jesus. യേശുവിനെ We give മഹത്വപ്പെടുത്തിയാട്ടെ. glory to Jesus. യേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Hallelujah. ഹല്ലേലൂയ. Some people say like this, no one loves me. ചിലരിങ്ങനെ പറയും ആർക്കും എന്നോട് ഇഷ്ടമില്ല. There is someone who loves you so much. എന്നാൽ അറിഞ്ഞുകൊള്ളുക നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. And his love cannot be substituted by any manly love. അവന്റെ സ്നേഹത്തിന് പകരം നിൽക്കുവാൻ ഒരു മനുഷ്യ സ്നേഹത്തിനും പറ്റുകയില്ല. His love, his name is Jesus അവന്റെ Christ. പേരത്രേ യേശു ക്രിസ്തു. Turn to someone and say, do not worry at all. അടുത്തിരിക്കുന്നയാളെ നോക്കിയിട്ട് പറയാം ഒട്ടും വിചാരപ്പെടേണ്ട. ഒട്ടും വിചാരപ്പെടേണ്ട. ഒട്ടും വിചാരപ്പെടേണ്ട. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. The church is a glorious church, a display of the glory of God. സഭ എന്നാൽ ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ഇടമത്രേ. God's glory is displayed in the church. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തപ്പെടുന്നത് സഭയിലത്രേ. It is a very powerful body. അത് വളരെ ശക്തിയേറിയ ശരീരമാണ്. Hallelujah. Hallelujah. And that is why the word says, അതുകൊണ്ടത്രേ വചനം പറയുന്നത് be strong in the Lord and in his might. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒന്നുകൂടെ പറഞ്ഞ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. That is the desire of the Father. അതാണ് പിതാവിന്റെ ഹൃദയ വാഞ്ച. Father wants his children to be powerful. തന്റെ മക്കൾ ശക്തന്മാരാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Do you know the word for church in Greek is called ekklesis? സഭ എന്നുള്ളതിന് ഗ്രീക്ക് പദത്തിൽ വാക്കിതാണ് എക്ലിയാസിസ്. Ekklesis is the meaning of ekklesis is parliament. എക്ലിയാസിസ് എന്നുള്ളതിന്റെ അർത്ഥം പാർലമെന്റ് എന്നാണ്. Which means topmost authority. അതിന്റെ അർത്ഥം ഏറ്റവും ഉന്നത അധികാര സഭ. Hallelujah. Hallelujah. During the time of King James, കിങ് ജെയിംസിന്റെ കാലഘട്ടത്തിൽ when the Bible was being translated, അവിടെ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ that is why we say King James version. അതുകൊണ്ടാണ് കിങ് ജെയിംസ് വേർഷൻ ബൈബിളുകളെ നമ്മൾ വിളിക്കാറുണ്ട്. That is why the book of James came that name. The name should have been Jacob. അങ്ങനെയാണ് യാക്കോബ് ജെയിംസ് എന്നുള്ളതിന്റെ ആ പുസ്തകം അത് യാക്കോബ് എന്നാക്കിയത്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇംഗ്ലീഷിൽ യാക്കോബ് തന്നെയായിരുന്നു, ജേക്കബ് എന്നായിരുന്നു ഇടേണ്ടത്. അത് മാറ്റി ജെയിംസ് എന്നാക്കി. Hallelujah. അത് because king himself was behind this translation. കാരണം ആ രാജാവ് ജെയിംസ് രാജാവ് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യമെടുത്താണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. The original word means all powerful body, parliament. ഇതിന്റെ മൂലപദം ഉന്നത അധികാര സഭ അഥവാ പാർലമെന്റ്. സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം total authority. അതിന്റെ ആ സഭയുടെ അർത്ഥം പൂർണ്ണ അധികാരം. Hallelujah. But what he did, എന്താണ് താൻ ചെയ്തത്? he coined another word and he said it is church, means family. എന്നാൽ അതിന് പകരം മറ്റൊരു വാക്ക് രൂപപ്പെടുത്തി എന്നിട്ട് സഭ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ കുടുംബം എന്നുള്ള അർത്ഥത്തിലാക്കി. Hallelujah. Hallelujah. Family, love, you be there. അവിടെ കുടുംബം സ്നേഹം നമ്മളെല്ലാവരും അതിൽ ഒന്നായി നിൽക്കുന്നു. You the church, you be there loving, praying, family. Don't come into authority. നിങ്ങൾ അവിടെ കുടുംബമായിട്ട് സ്നേഹിച്ച് പ്രാർത്ഥിച്ചൊക്കെ നിന്നാ മതി, അധികാരത്തിലോട്ടൊന്നും വരണ്ട. So what happened? എന്താ സംഭവിച്ചത്? Church was deceived of the real calling. അപ്പോൾ സഭയ്ക്ക് ആ ശരിയായ വിളി
മനസ്സിലാകാതെ ബോധ്യമാകാതെ വഞ്ചിക്കപ്പെട്ടു പോയി. We are based on love. നാം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരാണ്. We are based on justice. നാം നീതിയിൽ അടിസ്ഥാനപ്പെട്ടവരാണ്. We are together a body of love. True. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടമാണ്. സത്യം. Our weapon is prayer. നമ്മുടെ ആയുധമോ അത് പ്രാർത്ഥനയാണ്. That is all true. അതും സത്യം തന്നെ. But the church also had to take authority in the government. The church had to take authority of the media. The church had to take authority of the business, meaning to say it would have been the real salt and light of the society. അങ്ങനെ സഭ എന്നാൽ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പൂർണ്ണ അധികാരമെടുക്കണം സർക്കാരിന്റെ മേൽ, പൂർണ്ണ അധികാരമെടുക്കണം മാധ്യമങ്ങളുടെ മേൽ, പൂർണ്ണ അധികാരമെടുക്കണം സകലത്തിന്റെ മേലും. അങ്ങനെ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമായി സഭ മാറണം. The church should be in every place. സഭ എല്ലായിടത്തും ഇടപഴകുന്നവരാകണം. What happened was, എന്താണ് സംഭവിച്ചത്? the church got deceived and said, oh, we are for praying, and inside we are to be remaining alone. സഭ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു ധാരണയിൽ വഞ്ചിക്കപ്പെട്ടു. ഓ, നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാ, നമ്മൾ വേർപെട്ട് ഇരിക്കേണ്ടവരാ, മാറി നിന്ന് പ്രാർത്ഥിക്കേണ്ടവരാ. Money, no, don't make money. പൈസയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. Oh, we were made to think in the wrong dimension. നാം തെറ്റായ ദിശയിലേക്ക് ചിന്തിക്കുവാൻ നമ്മൾ But പ്രേരിപ്പിക്കപ്പെട്ടു. the truth is, എന്നാൽ സത്യം ഇതാണ്, this is the time. ഇതാകുന്നു സമയം. This is the year of restoration. ഇത് പുനഃസ്ഥാപനത്തിന്റെ വർഷമാണ്. I believe ഞാൻ വിശ്വസിക്കുന്നു church is going to be restored in the heart of Jesus as he wants. യേശു ആഗ്രഹിച്ചതുപോലെ, യേശുവിന്റെ ഹൃദയ വാഞ്ച പോലെ സഭ പുനഃസ്ഥാപിക്കപ്പെടാൻ That പോകുകയാണ്. the church will speak into the society. ആ സഭ എന്നുള്ള നിലയിൽ സമൂഹത്തോട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. We will take care. We will be in the government. We will be in the media. We will be top businessmen. Should be born again Christians. സമൂഹത്തിൽ സർക്കാരിലും മാധ്യമങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാം വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടാകണം. Do you believe that the one in you is greater? നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ വലിയവനാണെന്ന്? Why should he be greater than everything in the world? എന്തിനു വേണ്ടിയാ അവൻ ലോകത്തിലുള്ള സകലത്തെക്കാൾ വലിയവനാകുന്നത്? That the righteousness will be spread all over the world. ലോകം മുഴുവൻ നീതി പരക്കേണ്ടതിനായി. You are powerful and established here. നിങ്ങളെ ശക്തരായി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. We are not here just to play family and prayer. നമ്മൾ കുടുംബവും പ്രാർത്ഥനയുമായിട്ട് ഒതുങ്ങിക്കൂടാനായിട്ടല്ല നമ്മെ We വിളിച്ചിരിക്കുന്നത്. are to reign on this earth, displaying the power of God in Jesus' name. നാം ഈ ഭൂമിയിൽ വാഴുവാൻ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നവരായി ഭൂമിയുടെ മേൽ വാഴുവാൻ അത്ര വിളിക്കപ്പെട്ടിരിക്കുന്നു. Turn to someone and say, you are the person in your place, in your locality. നിങ്ങൾ അടുത്തിരിക്കുന്നയാളെ തൊട്ട് പറ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളാണ് ഇതിന്റെ ചുമതലക്കാരൻ. Hallelujah. 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 When the church loses the sight of its calling, സഭ ആ വിളിയെക്കുറിച്ചുള്ള ബോധ്യം സഭയ്ക്ക് നഷ്ടമാകുമ്പോൾ, that is the time when criminals come out and do nonsense in the state. ആ സമയത്താണ് സാമൂഹ്യ വിരുദ്ധന്മാർ, കുറ്റവാളികൾ അവർ വെളിയിൽ വന്ന് വേണ്ടാധീനങ്ങൾ സമൂഹത്തിൽ സഭ പ്രവർത്തിക്കുന്നു. വേണ്ടിയ അധികാരം എടുത്താൽ ഇവിടെ ഒരൊറ്റ മദ്യപാനി കാണത്തില്ല. ഇവിടെ സഭ വേണ്ടിയ അധികാരം എടുത്താൽ ഒറ്റ ആത്മഹത്യ നടക്കത്തില്ല. സഭ വേണ്ടിയ അധികാരം ഏറ്റെടുത്താൽ ഒറ്റ കൊലപാതകം നടക്കത്തില്ല. സഭ വാഴ്ചകളോടും അധികാരങ്ങളോടും ഞങ്ങൾ ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത് സഭ. Hallelujah. Hallelujah. Why did God place us in this season, in this time? എന്തിനാണ് ദൈവം ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്? God has placed us to display his light, that the power of darkness will continue to be defeated, crushed under your feet. ദൈവം തന്റെ വെളിച്ചത്തെ ഈ ലോകത്ത് പ്രദർശിപ്പിക്കുവാൻ, അങ്ങനെ ഇരുട്ടിന്റെ അധികാരം നിരന്തരമായി പരാജയപ്പെടുത്തി ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. Can you say everything is under my feet? വിളിച്ചു പറഞ്ഞാട്ടെ, സകലതും എന്റെ കാൽ കീഴിൽ അത്രേ. സകലതും എന്റെ കാൽ കീഴില. സഭ എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറയുന്നത് ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിലിരിക്കാനുള്ളവരല്ല, പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് ദേശത്തിന്റെ മേൽ അധികാരമെടുത്ത്, എന്റെ ദേശത്ത് ഇനി ആത്മഹത്യ നടക്കത്തില്ല, ആത്മഹത്യയുടെ പിശാചെ ദേശം വിട്ട് മാറിക്കോണം, മദ്യപാനം നടക്കത്തില്ല, കൊലപാതകം നടക്കത്തില്ല. അധികാരം സഭയുടെ കയ്യിലായിരിക്കുന്നേ. സഭ അധികാരം എടുത്താൽ ആര് മന്ത്രിസഭ കയറിയാലും ഭരണം നടത്തുന്നത് യേശുവിന്റെ കർത്താവിന്റെ കർത്തൃത്വത്തിലായിരിക്കും നടക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത്. Hallelujah.
church is not an ordinary crying church. സഭ എന്നുള്ളത് സാധാരണ നിലവിളിക്കുന്ന ഒരു സഭയല്ല. It is not a defeated body. അത് പരാജയപ്പെട്ട ഒരു കൂട്ടമല്ല. Always, every place it is triumphant. എല്ലായിടത്തും എല്ലായ്പ്പോഴും അതിന്റെ മേൽ ജയമുണ്ട്. ഒന്ന് ഉറക്കെ പറഞ്ഞു, എല്ലായിടത്തും എല്ലായ്പ്പോഴും. എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയം. Hallelujah. ഹല്ലേലൂയ. Unfortunately, church became a religious body. നിർഭാഗ്യവശാൽ സഭ ഒരു മത കൂട്ടമായി It മാറിയിരിക്കുന്നു. is not a religious body. വാസ്തവത്തിൽ അതൊരു മതത്തിന്റെ കൂട്ടമല്ല. It is a social, political transformation. It transforms societies. അതൊരു സാമൂഹ്യമായ രാഷ്ട്രീയമായ ഒരു രൂപാന്തരമാണ്. ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ആ സഭ. How you and me have to declare that where in the ward I am staying, not a single suicide will take place. നിങ്ങളും ഞാനും ഇങ്ങനെ പ്രഖ്യാപിക്കണം, ഞാൻ പാർക്കുന്ന വാർഡിൽ ഇനിമേൽ ഒരു ഒറ്റ ആത്മഹത്യ പോലും നടക്കുകയില്ല. Because I am the light of the world. കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. I am staying in my ward, so no untoward thing will happen in the ward. ഞാൻ ആ വാർഡിൽ താമസിക്കുന്നത് കൊണ്ട് അവിടെ വേണ്ടാധീനങ്ങൾ ഒന്നും സംഭവിക്കരുതില്ല. Hallelujah. ഹല്ലേലൂയ. Hallelujah. Do you believe it? നിങ്ങൾ അത് വിശ്വസിക്കുന്നു? Do you believe it? നിങ്ങൾ വിശ്വസിക്കുന്നു? Do you believe it? നിങ്ങൾ വിശ്വസിക്കുന്നു? Do you believe it? വിശ്വസിക്കുന്നുവോ? The problem is that we are looking at ourselves. പ്രശ്നം ഇതാ, നാം നമ്മെ തന്നെ നോക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി. അതല്ല ക്രിസ്തുവിന്റെ മനസ്സ്. ക്രിസ്തുവിന്റെ മനസ്സ്, ഞാൻ ഈ സമൂഹത്തിന്റെ ദാനമാണ്. ഈ സമൂഹത്തിൽ ഒന്നും വേണ്ടാതെ നടക്കാൻ അനുവദിക്കത്തില്ല. സഭ തന്റെ മഹത്വത്തിൽ എഴുന്നേൽക്കാൻ പോകുക. അല്ലാത്തവർ കണ്ട് ഭയപ്പെടുന്നത് പോലെ ദൈവം മഹത്വം നിങ്ങളിലും എന്നിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വെറുതെ യഥാസ്ഥാനപ്പെടുത്തുവല്ല, പരിശുദ്ധാത്മാവിൽ, കൃപാവരങ്ങളിൽ, ദൈവ മഹത്വത്തിൽ ദൈവസഭ പരിപൂർണ അധികാരത്തിൽ എഴുന്നേൽക്കണം. ഈ സഹോദരിക്ക് 15 വർഷമായിട്ട് സന്ധിവേദനയായിരുന്നു. TV കണ്ടുകൊണ്ടിരുന്നപ്പം, നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് സൗഖ്യമാക്കി. കൈക്ക് വേദനയൊന്നുമില്ല. ഇപ്പൊ പൂർണ്ണ സൗഖ്യത്തോടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. TV കണ്ടുണ്ടായ സൗഖ്യം. അതെ, TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ, അന്നൊന്നും എനിക്ക് കൈ അനക്കത്തില്ല, ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ TV-യിൽ പാസ്റ്റർ ഇങ്ങനെ പറയുകയാണ്, ഒരു സഹോദരിയുടെ കൈ അനക്കത്തില്ലാതെ ഒത്തിരി നാളായിരിക്കണം, ഇപ്പോൾ സൗഖ്യമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു നോക്കിയപ്പോൾ എനിക്ക് അന്ന് തുടങ്ങി വേദനയില്ലായിരുന്നു. അന്ന് തന്നെ സൗഖ്യമായി. സൗഖ്യമായി. എത്ര വർഷമായിട്ട് ഈ രോഗം ഉണ്ടായിരുന്നു? 15 വർഷമായി. എത്ര? 15 വർഷമായി. 15 വർഷമായ ആ വേദന TV കണ്ടോണ്ടിരുന്നപ്പോൾ യേശു തൊട്ട് സൗഖ്യമാക്കി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് എന്തും സാധ്യമാണ്. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ഉറപ്പുണ്ട്, യേശുവിൽ വിശ്വസിച്ചവർക്ക് സകലതും നന്മയ്ക്കായി തന്നെയാണ് കൂടി വ്യാപരിക്കും. ഇന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ കർത്താവിന് ക്ഷേമമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന സ്തോത്രം അനേക വ്യക്തികൾ ഇന്നത്തെ ദിവസം ഭയത്തോടെ, ഈ ദിവസം പ്രഭാതമാകാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? ആ ബാങ്കിൽ വരുന്ന ചെക്ക് അത് മടങ്ങിപ്പോകുമോ? എൻ്റെ ആ വിധി എനിക്ക് പ്രതികൂലമാകുമോ എന്ന് ഭയപ്പെട്ട അനേകർ എന്നെ കേൾക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ബൗൺസ് ആവുമെന്ന് ചെക്കിനെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ആ ബാങ്കിൽ നടക്കട്ടെ. കർത്താവെ, അവർക്ക് വേണ്ട ഫണ്ട് അവിടെ റിലീസാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. അപ്പോൾ തന്നെ സ്തോത്രം, ഒരു വിധി ഇന്ന് പറയപ്പെടും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന, എനിക്ക് പ്രതികൂലമാകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ വിധി അനുകൂലമാകട്ടെ. കർത്താവെ, അങ്ങയുടെ അടുക്കൽ, അങ്ങയെ ആശ്രയിച്ച് ആരും ലജ്ജിക്കത്തില്ല. ഇന്ന് അങ്ങയിൽ ആശ്രയിച്ച് അവർ ഈ പ്രോഗ്രാം കാണുന്നത്. ഈ പ്രോഗ്രാം അവർ കാണുന്നത് എൻ്റെ യേശുവെ അങ്ങ് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഒരു മനസ്സോടെ
പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ആ വിഷയങ്ങളുടെ മേൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഡിവോഴ്സിനെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ ഡിവോഴ്സിൻ്റെ മേൽ ഒരു വിടുതലാകട്ടെ. ആ കുടുംബം ഛിന്നമാകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഭിന്നിപ്പിക്കുന്ന ദുഷ്ടനോട് കരമെടുത്ത് മാറാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ തന്നെ കർത്താവേ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നു, അതിനെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. പരാജയബോധങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ തന്നെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചിട്ട് നാളുകളായി തടഞ്ഞിരിക്കുന്ന ആ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പലതവണ IELTS എഴുതിയിട്ടും ജയിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവേ, രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. എൻ്റെ കർത്താവ് അത് ചെയ്തതിനായി നന്ദി. അങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം, വിടുവിച്ചിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ദയവായിട്ട് ഈ സ്ക്രീനിൽ വിളിച്ചറിയിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും കാക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.